ചന്ദ്രനിൽ കാലുകുത്തി, ചന്ദ്രനിൽ പോയി, ദൗത്യം വിജയം കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ അക്കാലത്ത് അത് ശരിയാകില്ലെന്നും നടക്കില്ലെന്നും പറഞ്ഞ ആ സമയത്ത് ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഉലമാ അവർകൾ പ്രത്യേകമായി തൻ്റെ നുസ്രത്തുൽ അനാം അപ്പോൾ തുടങ്ങിയ കാലമാണ്, ആരംഭിച്ച കാലമാണ് 1969. ഈ 69 ആരംഭിച്ച കാലത്ത് ചന്ദ്രാരോഹണം ഇസ്ലാമിക വീക്ഷണത്തിൽ എന്ന് ശൈഖുനാ അവർകൾ പ്രത്യേകം ലേഖനം സ്വന്തം പേര് വെച്ച് എഴുതിയിട്ടുണ്ട് നുസ്രത്തുൽ അനാമിൽ. ആകാശലോകത്താണ് ചന്ദ്രൻ എന്ന് വന്നാലും, താഴെയാണ് ചന്ദ്രൻ എന്ന് വന്നാലും, പഴയ ശാസ്ത്രീയ നിലപാടെടുത്താലും, പുതിയ ശാസ്ത്ര നിഗമനം സൗരയുദ്ധത്തിൻ്റെ സിദ്ധാന്തം വന്നതിന് ശേഷമുള്ളതെടുത്താലും എല്ലാം ചന്ദ്രനിൽ മനുഷ്യന് സ്വാധീനം ചെലുത്താനും അങ്ങോട്ട് എത്താനും കാലുകുത്താനും ഒക്കെ സാധിക്കുന്നതിനെതിരില്ല. അതൊക്കെ വളരെ അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ ഭൂലോകത്ത് എവിടെയും എത്താനും ഭൂമിയുടെ അപ്പുറത്ത് അള്ളാഹു തആല അനുവദിച്ചിട്ടുള്ളിടങ്ങളിലെല്ലാം അള്ളാഹു നൽകുന്ന കഴിവ് പ്രകാരം, അള്ളാഹിൻ്റെ നിയമവ്യവസ്ഥിതി പ്രകാരം, ഇല്ലാ ബിസുൽത്താൻ, അള്ളാഹുവിൻ്റെ അധികാര വ്യവസ്ഥിതി പ്രകാരം, ഈ അധികാര വ്യവസ്ഥിതി പ്രകാരം കാര്യങ്ങളൊക്കെ നടത്താൻ മനുഷ്യന് പരമാവധി കഴിയുന്ന